ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൾട്ടയിലത്തെ പാർട്ട് ടൈം കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ്. കാരണം നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാൾട്ടയിലേക്ക് വരാനിരിക്കുന്ന സ്റ്റുഡൻസിനും അതുപോലെ തന്നെ വർക്ക് വിസയിൽ വരാനിരിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് മാൾട്ടയുടെ പാർട്ട് ടൈമിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പാർട്ട് ടൈമിനെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാളും മുമ്പ് നമുക്ക് എങ്ങനെയാണ് ഈ പാർട്ട് ടൈം കിട്ടുന്നത്, അതിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത്, അതിനെക്കുറിച്ചിട്ട് നിങ്ങളായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ തരാം. അപ്പോൾ മാൾട്ടയിലേക്ക് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാർട്ട് ടൈം ചെയ്യുന്നവർ മാൾട്ടയിൽ സ്റ്റുഡൻ്റായിട്ട് വരുന്നവരാണ്. വർക്ക് വിസയിൽ വരുന്നവരും അവർക്ക് ഫുൾ ടൈം ജോലി ഉണ്ടെങ്കിൽ പോലും അവർ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻറ്റ് വിസയിൽ പഠിക്കാൻ വരുന്നവരാണ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ വരുന്ന സമയത്ത് അവർക്ക് പാർട്ട് ടൈം ഡിപ്പെൻഡ് ചെയ്താലാണ് ഇവിടെയുള്ള കാര്യങ്ങളും ഇവിടുത്തെ ആ ഒരു റെൻറ്റും ഫുഡും കാര്യങ്ങളൊക്കെ അവർക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ പാർട്ട് ടൈം ചെയ്യുന്നത് സ്റ്റുഡൻസായിട്ട് വരുന്നവർ തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ആയിട്ടും കേൾക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൾട്ടയിലേക്ക് നിലവിൽ വരാനിരിക്കുന്ന ആൾക്കാർ, വിസ കിട്ടിയിട്ട് വരാനിരിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഏജൻസികൾ പല വാഗ്ദാനങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടായിരിക്കും നിങ്ങളെ ബോധിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന ഉടനെ തന്നെ പാർട്ട് ടൈം ചെയ്യാം, പാർട്ട് ടൈം ചെയ്ത് ഇത്ര രൂപ നാട്ടിലേക്ക് അയക്കാം, ഇത്ര രൂപ ഇവിടുത്തെ ചിലവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അങ്ങനെ പല തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടായിരിക്കും നിങ്ങളോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഇവിടുത്തെ ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ ഓൾറെഡി സ്റ്റുഡൻറ്റ് വിസയൊക്കെ കിട്ടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് മാൾട്ടയിലേക്ക് കയറി വരാമെന്നുള്ളതാണ്. അപ്പോൾ മാൾട്ടയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇവിടുത്തെ ഐ ഡി മാൾട്ടയിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ ഐ ഡി മാൾട്ടയിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണം. അത് ബുക്ക് ചെയ്ത് ആ പറഞ്ഞ ദിവസത്തിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഐ ഡി മാൾട്ടയിൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ക് ബേസിലാണ് നിങ്ങൾക്ക് TRC കാർഡ് കിട്ടുക എന്നുള്ളത്. അതായത് ഇതെടുക്കുന്ന സമയം ചിലവർക്ക് ഇത് 3 ആഴ്ചയും കൊണ്ട് കിട്ടും, ചിലവർക്ക് 1 മാസം കൊണ്ട് കിട്ടും, ചിലവർക്ക് 2 മാസം കൊണ്ട് കിട്ടും, ചിലവർക്ക് 3-4 മാസം വരെ എടുത്തിട്ടുള്ള ഒരു കണക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവ് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ വെക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് പാർട്ട് ടൈമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് സ്റ്റുഡൻറ്റ് വിസയിൽ അപ്ലൈ ചെയ്ത് ഇവിടുന്ന് ആ ഒരു TRC കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാമെന്ന്. പക്ഷേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് ഗവൺമെൻറ് തരുന്ന ആ ഒരു കാർഡാണ്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം, നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു കാർഡല്ല. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് നിങ്ങൾക്ക് TRC കാർഡ് കിട്ടിയതിന് ശേഷം നിങ്ങൾ സെക്കൻഡറി പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണം. നിങ്ങൾ ഏത് എംപ്ലോയർ വഴിയാണോ നിങ്ങൾ ജോലി കിട്ടുന്നത് ആ ഒരു എംപ്ലോയർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇവിടുത്തെ ഐ ഡി മാൾട്ടയിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഒരു സെക്കൻഡറി പെർമിറ്റ് നിങ്ങൾ വേറെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സെക്കൻഡറി പെർമിറ്റ് കിട്ടാനായിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു 1 to 2 months ഒക്കെ പിടിക്കുന്നുണ്ട്. അതും ഡിപ്പെൻസാണ്. എന്നാലും നിങ്ങൾ ആ ഒരു കാലയളവ് മനസ്സിൽ വെച്ചോളൂ. അപ്പോൾ ഒരു മാസം നിന്ന് തന്നെ നമുക്കിപ്പോൾ വിചാരിക്കാം. അപ്പോൾ 1 മാസം തന്നെ സെക്കൻഡറി പെർമിറ്റ് ആവാൻ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ TRC കാർഡ് ആവാൻ 1 to 2 months പിടിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും ഒരു 3 മാസമൊക്കെ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് സ്റ്റേബിളായിട്ടൊരു ജോലിയൊക്കെ കിട്ടി കാർഡൊക്കെ ആവാനായിട്ട് തന്നെ ഇത്രയും ഒരു ടൈം ഫ്രെയിം ആവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ സെക്കൻഡറി പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടുത്തെ ഐ ഡി മാൾട്ടയിൽ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അത് ചില കേസിൽ എംപ്ലോയർ എടുക്കും, പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസിൽ നമ്മൾ തന്നെ കയ്യിൽ നിന്ന് എടുത്ത് പൈസ കൊടുക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ആയിട്ടല്ല കയറുന്നത്, നമ്മൾ പാർട്ട് ടൈം ആയതുകൊണ്ട് തന്നെ എംപ്ലോയർ എടുക്കാനായിട്ട് ചില കേസിൽ മടിക്കും. അപ്പോൾ അതിൻ്റെ ഫീസ് വരുന്നത് 150 യൂറോയാണ്. അത് നേരത്തെ 120 യൂറോ ആയിരുന്നു. അത് 120 യൂറോയിൽ നിന്നും 150 യൂറോ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഫാക്ടർ. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൾട്ടയിൽ ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ അത് പാർട്ട് ടൈം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്കിൽ പാസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. സ്കിൽ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ്, നമ്മുടെ നാട്ടിലെ IELTS പോലെ. എന്നാൽ IELTS പോലെ അത്രയും വലിയ പാടുള്ള കോഴ്സൊന്നും അല്ല, അതൊരു ചെറിയൊരു ഇംഗ്ലീഷിൻ്റെ ഒരു കോഴ്സാണ്. അതിനകത്ത് മെയിനായിട്ട് വരുന്ന കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഫീൽഡിലാണോ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ആയിരിക്കും അതിനകത്ത് നടക്കുന്നത്. അത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ളൊരു കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് മാൾട്ടയിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എക്സെപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫീസ് നോർമൽ കേസിൽ 480 യൂറോയാണ് വരുന്നത്. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് മാൾട്ടയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അത്രയും വലിയ ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക്
ആയിട്ട് സമ്മർ ജോബ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അതുവഴി നിങ്ങൾക്കത് എടുക്കാണ്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയമാണ് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് മാൾട്ടയിൽ സ്റ്റുഡൻ്റായിട്ട് വരാൻ നേരത്ത് 20 മണിക്കൂറാണ് നമുക്ക് വീക്കിലി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു മാസത്തിൽ നമുക്ക് 80 മണിക്കൂറാണ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പാർട്ട് ടൈം ചെയ്ത് ഉണ്ടാക്കുന്ന പൈസയും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഡിഫറൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനവും അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയറും നിങ്ങളുടെ പൊസിഷനും അതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു എൻക്വയറിയാണ് പാർട്ട് ടൈം ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ ഇവിടുത്തെ ചിലവും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയൊക്കെ ലോൺ എടുത്തിട്ടാണ് വരുന്നവരെങ്കിൽ ആ ഒരു ലോണിൻ്റെ പൈസ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അടയ്ക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ചെയ്തുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളും നാട്ടിലേക്ക് ചെറിയ രീതിയിൽ പൈസ അയക്കുന്നവരും എനിക്കറിയാം. അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് പറ്റുന്നില്ല എന്നൊന്നും പറയുന്നില്ല, അത് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ എത്രത്തോളം ആ എഫേർട്ട് എടുക്കുന്നോ ആ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നത്. പിന്നെ പാർട്ട് ടൈം ആയിട്ട് മെയിനായിട്ട് നിങ്ങൾ കിട്ടാൻ പോകുന്ന ജോലികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ ഡിഷ് വാഷർ, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലുള്ള ജോലികൾ, ഈ പറഞ്ഞ പോലെ റിസപ്ഷനിസ്റ്റ്, അങ്ങനത്തെ ടൈപ്പ് ജോലികളാണ് ഇവിടെ കൂടുതലായിട്ടും ആൾക്കാർ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം എടുത്തു പറയാമെന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് കയറി വരുന്ന സമയത്ത് ഞാൻ എന്ത് ജോലി കിട്ടിയാലും ചെയ്യും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ആയിട്ടായിരിക്കും ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ കിട്ടുന്ന ജോലികൾക്കൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മനോഭാവമാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പാർട്ട് ടൈം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വീണ്ടും പൈസ അയച്ച് നിങ്ങളുടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ജോലി എന്ത് തന്നെയായാലും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഞാൻ ഇന്ന ജോലി മാത്രമേ ചെയ്യുള്ളൂ അങ്ങനത്തെ ഒരു ചിന്തയോടുകൂടി ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സർവൈവ് ചെയ്ത് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കേസുകൾ അറിയാം. പല തരത്തിലുള്ള ജോലികൾ പലർക്ക് കിട്ടിയിട്ട് പോലും അവർക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടിൽ ആ ജോലിയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടെ വരുന്ന ഭൂരിഭാഗം പേരും നാട്ടിൽ ഈ വക ജോലികളൊന്നും ചെയ്തിട്ടല്ല ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് വേറെ വഴികളൊന്നുമില്ല. ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ പാർട്ട് ടൈം ജോലികൾ അത് കിട്ടുന്നത് എന്ത് തന്നെയായാലും ചെയ്താൽ മാത്രമാണ് ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വൺസ് നിങ്ങൾ ആ ഒരു കോഴ്സ് നിങ്ങൾ ഏത് കോഴ്സാണോ എടുത്തത് ആ കോഴ്സ് എടുത്ത് പഠിച്ച് നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടി പിന്നെ നിങ്ങൾക്ക് നല്ല ജോലിയിലേക്ക് മാറി നിങ്ങളുടെ കരിയർ നല്ല രീതിയിൽ ഇവിടെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊക്കെ കുറേയും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഇത്രയും കുറേ കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ കയറി വരാൻ വേണ്ടിയിട്ട്. പിന്നീട് നമുക്ക് വന്നിട്ടുള്ള അടുത്ത എൻക്വയറിയാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് വന്നിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമെന്നുള്ള കാര്യം. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാനിവിടെ സ്റ്റുഡൻറ്റ് വിസയിലാണ് മാൾട്ടയിൽ എത്തിയത്. അപ്പോൾ എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ വീണ്ടും അപ്ലൈ ചെയ്യണം സ്റ്റേ ബാക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ വൺസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സ്റ്റേ ബാക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ പഠിക്കാനായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കോഴ്സിന് കുറച്ച് കൂടുതൽ പ്രയോറിറ്റി തന്നെ കൊടുക്കണം. കാരണം നിങ്ങൾ കോഴ്സ് പഠിച്ച് പാസ്സാവാണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല, നിങ്ങൾക്ക് വേറെ ജോലിയിലേക്ക് മാറാനായിട്ട് പറ്റത്തില്ല, നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കാനായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പഠിത്തത്തിന് അത്രയേറെ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണം. നിങ്ങൾ പഠിച്ച് പാസ്സാവാനായിട്ട് തന്നെ ശ്രമിക്കണം. അപ്പോൾ പാസ്സായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ജോബ് സീക്കിംഗ് വിസ ആയിരിക്കും. ആ വിസ വെച്ചിട്ട് നിങ്ങൾക്ക് ജോലി സെർച്ച് ചെയ്യാനുള്ളൊരു ടൈമാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കോഴ്സിനനുസരിച്ചിരിക്കും ഈ ഒരു സ്റ്റേ ബാക്കും കാര്യങ്ങളും. എനിക്ക് 9 മാസമാണ് സ്റ്റേ ബാക്ക് കിട്ടിയത്. ഞാൻ എൻ്റെ ആ ഒരു സ്റ്റേ ബാക്ക് ടൈമിൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ വെച്ചിട്ടുള്ള ജോലികൾ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി. പക്ഷേ ഞാൻ പഠിച്ച കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോലി എനിക്ക് ആ ഒരു സമയത്ത് കണ്ടുപിടിക്കാനായില്ല. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ കിട്ടിയ ഏതാണോ ജോലി ആ ജോലിയിലേക്ക് ഞാൻ മാറി എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ലോജിസ്റ്റിക്സ് കമ്പനിയിലാണ് എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടിയത്. അപ്പോൾ ആ ഒരു കമ്പനിയിലേക്ക് ഞാൻ അവിടെ നിന്ന് എൻ്റെ സ്റ്റുഡൻറ്റ് വിസ വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പഠിച്ച പ്രൊഫഷനിൽ തന്നെയാണ് ജോലി ചെയ്യുള്ളൂ അങ്ങനത്തെ ഒരു കടുംപിടുത്തമൊന്നും നിങ്ങൾ പിടിക്കരുത്. പഠിച്ചു കഴിഞ്ഞ് കിട്ടുന്ന ജോലി എന്താണോ അതിനകത്തേക്ക് നിങ്ങൾ ഫസ്റ്റ് തന്നെ മാറാനായിട്ട് നോക്കുക. ഫസ്റ്റ് നിങ്ങൾ കുറച്ച് ശ്രമിക്കുക നിങ്ങൾക്ക് ആ പഠിച്ച പ്രൊഫഷനിൽ തന്നെ ജോലി കിട്ടുമോ എന്നുള്ളത്. ഇനി അത് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന ജോലി എന്താണോ അതിനകത്തേക്ക് മാറിയിട്ട് അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ പഠിച്ചത് വെച്ചിട്ടുള്ള ജോലി പിന്നീട് നിങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് അടുത്തതായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഗെറ്റ് ക്വാളിഫൈഡ് സ്കീം എന്നുള്ളത്. സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണിത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏജൻസികളൊക്കെ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ പറഞ്ഞ് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഗെറ്റ് ക്വാളിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഗവൺമെൻറ്റിൽ നിന്നും നിങ്ങൾ പഠിച്ചതിൻ്റെ 70% പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തിരിച്ചു കിട്ടും. അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർലി ആയിരിക്കും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് കയറി നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് ഇത്ര രൂപ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ
ഒരു വർഷത്തിൽ നിങ്ങൾ എത്രയാണോ ടാക്സ് അടിച്ചത് ആ പൈസ മൊത്തം നിങ്ങൾക്ക് ഗവൺമെൻറ് റീഫണ്ടായിട്ട് തിരിച്ചു തരും. അങ്ങനെ നിങ്ങളുടെ കോഴ്സ് ഫീ എത്രയാണോ അതിൻ്റെ 70% ആവുന്ന വരെ ഗവൺമെൻറ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ആ ഒരു പൈസ കിട്ടി. ഞാൻ വരുന്ന സമയത്ത് ഞാൻ കോഴ്സ് ഫീ ആയിട്ട് കൊടുത്തത് 4500 യൂറോ ആയിരുന്നു. അതിൻ്റെ 70% എനിക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഓൾറെഡി റീഫണ്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നത്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വേറെ വീഡിയോയിൽ പറയാം. കാരണം അത് കുറച്ച് ലെങ്തിയാണ്. അതിന് കുറേ കാര്യങ്ങളും ഫാക്ടേഴ്സും റിക്വയർമെൻറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബേസിക്കായിട്ട് മാൾട്ടയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മാൾട്ട പുതിയ വിശേഷവും ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.